ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാരാണോ നിങ്ങൾ? ജീവിതത്തിൽ ഇനി വെച്ചടി വെച്ചടി ഉയർച്ചയുണ്ടാകും. നിങ്ങളുടെ പണപ്പെട്ടി നിറയുകയും സൗഭാഗ്യങ്ങളുടെ വാഴുവാൻ സാധിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. 2024 ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 3 വരെയുള്ള, അതായത് 1199 കർക്കിടകം 13 മുതൽ കർക്കിടകം 19 വരെയുള്ള ചന്ദ്രരാശി പൊതുഫലമാണ്. ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി എടുത്തുകൊണ്ട് വിശദമായ ജാതക വിശകലനം നടത്തുകയും ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ നല്ല സമയങ്ങളുടെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയങ്ങളെ കുറച്ചുകൂടി എളുപ്പത്തിൽ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വരുന്ന ആഴ്ച മേടം രാശിക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. മാനസികമായി ഏറെ സമ്മർദ്ദം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉദ്യോഗത്തിലെ അമിത ജോലിഭാരമോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ മൂലം മനസ്സ് അസ്വസ്ഥമാകാം. ഉത്കണ്ഠ, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സർക്കാർ ജോലിയിൽ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് കൈക്കൂലി ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങൾക്ക് മാനഹാനിക്കും സാമൂഹിക അപമാനത്തിനും കാരണമാകും. ജീവിത പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള തർക്കങ്ങൾ വഴി കലഹത്തിലേക്ക് നീങ്ങുവാൻ ഇടയുണ്ട്. പരസ്പരം കുറ്റപ്പെടുത്തലുകളും വാഗ്വാദങ്ങളും ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിലോ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക. അടുത്ത ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാം. ദീർഘകാലമായി നിലനിന്നിരുന്ന ചില സൗഹൃദങ്ങൾ അവസാനിക്കുവാനോ അകൽച്ച അനുഭവപ്പെടുവാനോ ഇടയുണ്ട്. നിലവിലുള്ള വ്യവഹാരങ്ങളിൽ പ്രതികൂല വിധി വരുവാനും ശിക്ഷ ലഭിക്കുവാനും ഇടയുണ്ട്. ഇത് വളരെയധികം സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കൾ മുഖേന ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. അവർ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനോ അപകീർത്തിപ്പെടുത്തുവാനോ ശ്രമിക്കും. കുടുംബാംഗങ്ങൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ രോഗങ്ങൾ പിടിപെടുവാനും ഇടയുണ്ട്. ഇത് മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അന്യരുടെ അനാവശ്യമായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തളർത്താൻ ഇടയാക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ചുമ, പനി എന്നിവ വരുവാനും സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ ഒരു കാരണവശാലും അശ്രദ്ധ കാണിക്കരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് സർക്കാരിൽ നിന്നുള്ള നടപടികൾ ക്ഷണിച്ചു വരുത്തുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും മനോഭാവത്തിലൂടെയും നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ജൂലൈ 28, 29, 30 തീയതികളിൽ യഥാക്രമം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ പക്ക പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി മകയിരം ആദ്യ പകുതി. ഈ വരുന്ന ആഴ്ച ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കമായിരിക്കും. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിടുന്ന കാലമാണ് വന്നെത്തുന്നത്. പുതിയ ഒരു ഉണർവും ഉന്മേഷവും നിങ്ങൾക്ക് അനുഭവിക്കും. ജീവിതത്തിൽ നിർണായകമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്നതാണ്. തൊഴിൽ അന്വേഷണത്തിലായിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നുചേരും. നിങ്ങളുടെ കഴിവുകൾക്കും യോഗ്യതകൾക്കും അനുസൃതമായ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി അലട്ടിയിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കും. ആരോഗ്യം വീണ്ടെടുക്കുകയും ഉന്മേഷം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൻ്റെ പല തലങ്ങളിലും പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിക്ക് തെളിച്ചം വർദ്ധിക്കുകയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ കാല പ്രവർത്തികളെക്കുറിച്ച് ചില കുറ്റബോധങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ആലോചനയില്ലാതെ എടുത്ത തീരുമാനങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടങ്ങളും മറ്റും ഓർത്ത് പശ്ചാത്തപിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയ സന്ദർഭങ്ങൾ തിരിച്ചടിയായി വരുന്നതായി തോന്നാം. ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ കൂടുതൽ വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
മാർക്കറ്റിംഗ് മേഖലയിലും മറ്റ് ബിസിനസ് സംരംഭങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്കും പുരോഗതിക്കും സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിനും സമർപ്പണത്തിനും അർഹമായ പ്രതിഫലം ലഭിക്കും. ഭാഗ്യ അനുഭവങ്ങൾ, ഭക്ഷണസുഖം, ദാമ്പത്തിക ഐക്യം, നിദ്രാസുഖം, സമ്മാനങ്ങൾ എന്നിവയെ നിങ്ങൾക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ അനുകൂലമായ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. പുതിയ അവസരങ്ങൾക്കായി കണ്ണും കാതും തുറന്നിരിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. വിജയം നിങ്ങളെ തീർച്ചയായും തേടി വരുന്നതാണ്. ജൂലൈ 30, 31, ആഗസ്റ്റ് 1 തീയതികളിൽ യഥാക്രമം കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ കഴിക്കുന്നതും ഉത്തമമായിരിക്കും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ. മിഥുനം രാശിക്കാർക്ക് വരുന്ന ആഴ്ചയിൽ ജീവിതത്തിൻ്റെ പല തലങ്ങളിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യപരമായി ചിലർക്ക് അപ്രതീക്ഷിതമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. വാതം, പിത്തം, കഫം എന്നിവ വർദ്ധിക്കുന്നതിനാൽ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കും. എന്നാൽ ഈ ആഴ്ചയുടെ അവസാനത്തോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ആശ്വാസം ലഭിക്കുവാനും സാധ്യതയുണ്ട്. മരുന്നുകളും ചികിത്സയും ഫലപ്രദമായി ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് പുറമെ ധനപരമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അമിതമായ ചെലവുകൾ കാരണം സാമ്പത്തിക സ്ഥിതി അല്പം വഷളായേക്കാം. എന്നാൽ ആഴ്ച അവസാനത്തോടെ ഈ സാഹചര്യം മാറുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്രതീക്ഷിതമായി പണം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചില തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നാൽ പരസ്പര ധാരണയിലൂടെയും സംഭാഷണത്തിലൂടെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില അസ്വാരസ്യങ്ങൾ അവസാനിക്കുകയും സമാധാനവും സന്തോഷവും വീണ്ടെടുക്കുകയും ചെയ്യും. പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടേക്കാം. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. എന്നാൽ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്താൽ വിജയം ഉറപ്പായും സുനിശ്ചിതമാണ്. അപ്രതീക്ഷിതമായ പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകും. ചുരുക്കത്തിൽ വരുന്ന ആഴ്ച ചില വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അവസാനത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ക്ഷമയും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തുക. ആഗസ്റ്റ് 1, 2, 3 തീയതികൾ യഥാക്രമം മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരുടെ പക്കപ്പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും തങ്ങളാൽ കഴിയുന്ന വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് ഈ വരുന്ന ആഴ്ചയിൽ ബന്ധുജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കാം. വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടുവാനും അവരുമായി സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും. ഈ കൂടിച്ചേരലുകൾ നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും സന്തോഷകരമായ ഓർമ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. ബിസിനസ് രംഗത്ത് പുതിയ സംരംഭങ്ങൾ വിജയകരമായി ആരംഭിക്കും. നിങ്ങളുടെ സംരംഭങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. വളരെ കാലമായി പ്രണയത്തിലായിരുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹ നിശ്ചയം നടത്താൻ കഴിയും. ഈ ആഴ്ച ജീവിതത്തിൽ ഭാഗ്യവും ദൈവാനുഗ്രഹവും നിറഞ്ഞതായിരിക്കും. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടെ ചില വെല്ലുവിളികൾ നേരിട്ടേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകളും അന്യ സ്ത്രീകളുമായുള്ള ബന്ധവും സാമ്പത്തിക നഷ്ടത്തിനും മാനഹാനിക്കും കാരണമാകുന്നതാണ്. അതിനാൽ ഈ സമയത്ത് ജാഗ്രത പാലിക്കുകയും ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ആരോഗ്യപരമായി ഏതെങ്കിലും രോഗാവസ്ഥകൾ നിലവിലുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. സമയബന്ധിതമായി മരുന്നുകൾ കഴിക്കുകയും ചെയ്യേണ്ടത് അതിപ്രധാനമാണ്. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ അകൽച്ച അനുഭവപ്പെടാം. എന്നാൽ ക്ഷമയും ധാരണയും ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മൊത്തത്തിൽ വരുന്ന ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും.
എന്നാൽ വിവേകവും ബുദ്ധിയും ഉപയോഗിച്ച് വെല്ലുവിളികളെ മറികടക്കുവാനും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്നതാണ്. കർക്കിടക രാശിയിൽ ഉൾപ്പെടുന്ന പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ അക്രമം ശനിയാഴ്ച, വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. ആഗസ്റ്റ് 3 പുണർദം നക്ഷത്രക്കാരുടെ പിറന്നാൾ ആയതിനാൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരുന്ന ആഴ്ച വളരെയധികം ശുഭകരമായിരിക്കും. നിങ്ങളുടെ അധ്വാനത്തിനും സമർപ്പണത്തിനും അർഹമായ അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് കാണുവാനുള്ള അവസരം വന്നെത്തും. തൊഴിൽ രംഗത്ത് നേരിട്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി പുരോഗതിയുടെ പാതയിലേക്ക് പ്രവേശിക്കാനാകും. സാമ്പത്തികമായി നിലവിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. ഈ വാരത്തിൽ ആരംഭിക്കുന്ന പല പ്രവർത്തനങ്ങളും വിജയത്തിലെത്തുകയും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിശ്വാസവും പരസ്പര ധാരണയും വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ മാറുവാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി മുൻപേ പ്രതീക്ഷിച്ചതിലും അധിക ലാഭം നേടുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. സർക്കാർ ജോലി ലക്ഷ്യമാക്കി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അഭിമുഖങ്ങളിൽ വിജയിക്കുവാനും ജോലി നേടുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കുവാനോ അല്ലെങ്കിൽ അത്തരം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുവാനോ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. മനസ്സമാധാനം, സാമ്പത്തിക നേട്ടം, കീർത്തി, ആരോഗ്യം, വിജയം, ശത്രുക്കളിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. വരുന്ന ആഴ്ച വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെയധികം പുരോഗതിയും ധനനേട്ടവും സന്തോഷവും നിറഞ്ഞതായിരിക്കും ഈ സമയം. ചിങ്ങ രാശിയിൽ ഉൾപ്പെടുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. കന്നി രാശിക്കാർക്ക് വരുന്ന ആഴ്ചയിൽ ജീവിതത്തിൽ ചില പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നേക്കാം. ഏത് കാര്യത്തിനിറങ്ങിയാലും ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അപ്രകാരം അനുഭവപ്പെടുന്ന പക്ഷം ഹനുമാൻ ചാലിസ ചൊല്ലിയതിനു ശേഷം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. നിയമപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് അന്യരെ സഹായിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരു സമയമാണ്. വിദഗ്ധ ചികിത്സ തേടുന്നതിൽ മടിക്കരുത്. കർക്കിടക മാസത്തിൻ്റെ സ്വാധീനം മൂലം മാനസിക പിരിമുറുക്കം അനുഭവപ്പെടാം. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. ലോൺ തിരിച്ചടവ് മുടങ്ങിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വീട്, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത വേണം. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട സാധ്യതയുണ്ട്. അതിനാൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഈ സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ പരിചരണം ആവശ്യമായി വന്നേക്കാം. പണം, ആഭരണങ്ങൾ എന്നിവ നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ആഴ്ചയിൽ അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും ഈ പ്രതിസന്ധികളെല്ലാം താൽക്കാലികമാണെന്ന് ഓർക്കുക. ക്ഷമയും സമചിത്തതയും കൈവിടാതെ മുന്നോട്ട് പോയാൽ ഈ വെല്ലുവിളികളെയെല്ലാം മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കന്നി രാശിയിൽ ഉൾപ്പെടുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ ചൊവ്വ, ബുധൻ, വ്യാഴം ഈ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ. തുലാം രാശിക്കാർക്ക് ഈ വരുന്ന ആഴ്ച ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടുവാനും തെറ്റായ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം.
അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ അവരോട് കൂടുതൽ ശ്രദ്ധയോടെ ഇടപെടേണ്ടതുണ്ട്. സ്വത്ത്, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച കേസുകളിൽ ചെന്നു പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യത്തിൽ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ്. കുടുംബാംഗങ്ങളുമായോ അയൽക്കാരുമായോ ഉള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വാക്കുകൾ വിലയിരുത്താതെ പറയുന്നത് കലഹങ്ങൾക്ക് കാരണമാകും. യാത്രകൾ, പ്രത്യേകിച്ച് ജലവുമായി ബന്ധപ്പെട്ട യാത്രകൾ അപകട സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പുലർത്തുക. രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. മാനസിക സംഘർഷവും അസ്വസ്ഥതയും അനുഭവപ്പെടാം. എല്ലാ കാര്യങ്ങൾക്കും ഒരുതരം ഭയം തോന്നിയേക്കാം. ഈശ്വരാരാധനയും ഉപവാസവും ജപം എന്നിവയിലൂടെ സമചിത്തത ശക്തമാക്കി നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ജാതകത്തിൽ ചന്ദ്രൻ ബലവാനായിരിക്കുന്ന ആളുകൾക്ക് ഈ പ്രതികൂല ഫലങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിയുമായും മക്കളുമായും ഉള്ള ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരസ്പരം മനസ്സിലാക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും ശ്രമിക്കുക. എന്നിരുന്നാലും ആഴ്ചയുടെ അവസാനത്തോടെ ബിസിനസ് ചെയ്യുന്നവർക്കും ആശയവിനിമയം പ്രധാനമായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ജീവിതത്തിൽ വളരെയധികം മികച്ച അവസരങ്ങൾ വന്നു ചേരും. തുലാ രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ വരുന്ന ആഴ്ച വൃശ്ചികം രാശിക്കാർക്ക് നിർണായകമായിരിക്കും. പിരിയാൻ തീരുമാനിച്ചിരുന്ന ദമ്പതികൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ തകിടം മറിച്ച് പുതിയ ഒരു അധ്യായത്തിലേക്ക് കടക്കുവാനുള്ള അവസരം ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും മധ്യസ്ഥതയും പരസ്പര ധാരണയും സ്നേഹവും വീണ്ടെടുക്കുവാനുള്ള ഒരു പാത തുറക്കുന്നതാണ്. മക്കളുടെ ക്ഷേമത്തിനായി വീണ്ടും ഒന്നിക്കുവാനുള്ള ഈ തീരുമാനം കുടുംബത്തിന് മൊത്തത്തിൽ ഒരു പുതിയ തുടക്കമായിരിക്കും. വീട് വാങ്ങുവാനോ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാനോ ഉള്ള നിങ്ങളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതോടെ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു മാറ്റം അനുഭവപ്പെടുന്നതാണ്. പ്രണയിക്കുന്നവർക്കും ഈ ആഴ്ച സന്തോഷകരമായ ഒരു വഴിത്തിരിവായിരിക്കും. കുടുംബാംഗങ്ങളുടെ എതിർപ്പ് നേരിട്ട ബന്ധങ്ങൾക്ക് അവരുടെ അനുഗ്രഹം ലഭിക്കുകയും വിവാഹത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇത് ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും പുതിയ ഒരു ജീവിതത്തിലേക്ക് ഒരുമിച്ച് കാലെടുത്തു വയ്ക്കുവാനുള്ള ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നതാണ്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുകയും വിഷജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക. നിയമപരമായ കാര്യങ്ങളിൽ ചില തിരിച്ചടികൾ നേരിട്ടേക്കാം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകും. അപമാനകരമായ സാഹചര്യങ്ങൾ, ഉദര സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയെക്കുറിച്ച് മുൻകരുതൽ എടുക്കേണ്ടതാണ്. ജീവിതത്തിലെ എല്ലാവിധ വെല്ലുവിളികളെയും നേരിടാൻ ധൈര്യവും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തുക. വൃശ്ചിക രാശിയിലുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ യഥാക്രമം ശനി, വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനു രാശിക്കാർക്ക് ജീവിതത്തിലെ വഴിത്തിരിവാകുന്ന ഒരു സമയമാണ്. അവിസ്മരണീയമായ ഒരു വാരമായിരിക്കും വന്നത്. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയുന്ന ഈ ദിനങ്ങളിൽ വളരെ കാലമായി കാത്തിരുന്ന കോടതി വിധി അനുകൂലമായി സംഭവിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും ഈ ആഴ്ചയിലുണ്ട്. തൊഴിൽ രംഗത്തും ശുഭവാർത്തകൾ വന്നുചേരും. വളരെ കാലമായി അലട്ടിയിരുന്ന തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് സ്ഥാനക്കയറ്റത്തിൻ്റെയും ഉയർച്ചയുടെയും പടവുകൾ കയറും. കുടിശ്ശികയായി കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ പലിശ സഹിതം ലഭിക്കുന്നതിനാൽ സാമ്പത്തികമായും ഈ ആഴ്ച മികച്ചതാണ്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്ന ഈ ദിനങ്ങൾ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും. ബിസിനസ് രംഗത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ഈ ആഴ്ച അനുകൂലമാണ്. ആത്മാർത്ഥമായ പ്രയത്നത്തിനും വിജയത്തിലെത്തുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും. ദാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അസ്വാരസ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും പരസ്പര ഐക്യം വർദ്ധിപ്പിക്കുവാനും ഈ ആഴ്ച സഹായിക്കുന്നതാണ്. വാഹന ഭാഗ്യം, നിദ്രാസുഖം
ഇഷ്ടഭക്ഷണ സമൃദ്ധി, സമൂഹത്തിൽ മാന്യത എന്നിവയും ഈ ആഴ്ചയിലെ സവിശേഷതകളാണ്. നിങ്ങളുടെ ശത്രുക്കൾ സുഹൃത്തുക്കളാകുന്ന ഈ അപൂർവ കാലയളവിൽ അപമാനിച്ചവരും അവഹേളിച്ചവരും നിരുപാധികം ക്ഷമ ചോദിച്ചെത്തും. പുതിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയും വെളിച്ചവും ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനുരാശിയിലുള്ള മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. മകരം രാശിക്കാരുടെ ജീവിതത്തിന്റെ വൈകാരിക തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന, അതേസമയം ചില വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ആഴ്ചയാണ് വന്നെത്തുന്നത്. യാത്രകളിൽ ക്ലേശവും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നേക്കാം. കൂടാതെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കുടുംബത്തിനുള്ളിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതയുണ്ട്. മാതാവുമായ മാതൃബന്ധുക്കളുമായ ഉള്ള അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ഉദരസംബന്ധമായ അസുഖങ്ങളോ ഉള്ളവർ ഈ ആഴ്ചയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുവാനും ഉറക്കക്കുറവ് അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടനടി വിദഗ്ധ വൈദ്യോപദേശം തേടാൻ മറക്കരുത്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്തും. നല്ല ഒരു ജോലി ലഭിക്കുവാനോ സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കുവാനോ ഉള്ള സാധ്യത വന്നുചേരും. സർക്കാർ ജോലിക്കാർക്ക് ഉന്നത പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുവാൻ ഇടയുണ്ട്. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ലക്ഷ്യം നേടിയെടുക്കുവാനും ഈ ആഴ്ച സഹായകരമാണ്. ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പൊരുത്തക്കേടുകൾക്ക് പരിഹാരം കണ്ടെത്തുവാനും പരസ്പര സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കുവാനും ഈ ആഴ്ച അവസരം നൽകുന്നതാണ്. ജീവിതത്തിൻ്റെ പല തലങ്ങളിലും ദൈവാധീനത്തിൻ്റെ അനുഗ്രഹം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുവാനും അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഈ ആഴ്ചയിൽ ശ്രമിക്കേണ്ടതാണ്. മകരരാശിയിൽ ഉൾപ്പെടുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ. കുംഭരാശിക്കാരുടെ ജീവിതത്തിലെ ചില വിലയേറിയ തിരിച്ചറിവുകളെയും യാഥാർത്ഥ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ട ഒരു ആഴ്ചയാണ് വന്നെത്തുന്നത്. കുടുംബത്തിൽ രോഗദുരിതങ്ങളും മരണസമാനമായ സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് മാതൃസ്ഥാനീയർക്ക് അസുഖങ്ങൾ വരുവാനോ ആശുപത്രി വാസമോ ശസ്ത്രക്രിയയോ വേണ്ടിവരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയും ബന്ധങ്ങൾ വഷളാകുകയും ചെയ്തേക്കാം. വാക്കുകളിലെ കാഠിന്യം മറ്റുള്ളവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുവാനും ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പിരിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കേസ് കോടതിയിലെത്തി ഗുരുതര അപമാനം നേരിടേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ ഗുരുതരമാകുവാനും മറ്റ് അസുഖങ്ങൾക്ക് കാരണമാകുവാനും ഇടയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. അപകടങ്ങൾ ഉണ്ടാകുവാനും മുറിവ്, ചതവ്, ഒടിവ് തുടങ്ങിയവ സംഭവിക്കുവാനും ഇടയുണ്ട്. അമിതമായ ആഡംബര ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. ഇല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം നേരിടേണ്ടി വരും. മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുവാനും വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരുടെ ഇടയിൽ അനാവശ്യമായ സംസാരങ്ങൾക്ക് കാരണമാകും. ഈ പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്ത് അമിത വിശ്വാസവും സമചിത്തതയും കൈവിടാതിരിക്കുക. ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയും സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറാകുകയും ചെയ്യേണ്ടതാണ്. കുംഭരാശിയിൽ ഉൾപ്പെടുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ വരുന്ന ആഴ്ച വളരെയധികം വഴിത്തിരിവായി തീരും. അസാധാരണമായ ധൈര്യവും നേതൃപാഠവും ഉള്ളിൽ നിറയുകയും മറ്റുള്ളവരുടെ മനസ്സും ചിന്തയും വായിച്ചെടുക്കുവാനുള്ള കഴിവ് സ്വയം അത്ഭുതപ്പെടുത്തും. ജിജ്ഞാസയുടെ പുറത്തു ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തുകയും കഴിവുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതാണ്.
നിങ്ങളുടെ ശത്രുക്കൾ പോലും സൗഹൃദത്തിൻ്റെ കൈ നീട്ടാനിടയുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. മേലധികാരികളിൽ നിന്ന് അംഗീകാരവും പ്രശംസയും പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ വിലപ്പെട്ട സമ്മാനങ്ങൾ പോലും ലഭിച്ചേക്കാം. ആരോഗ്യം മെച്ചപ്പെടുകയും ഊർജ്ജസ്വലത അനുഭവപ്പെടുകയും ചെയ്യും. ആത്മീയതയിലേക്കുള്ള ഒരു ചായ്വ് നിങ്ങളെ കൂടുതൽ ശാന്തനാക്കും. ഏതു കാര്യത്തിലും ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ ഈ ഊർജ്ജം നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ്. സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തികവും വൈകാരികവുമായ പിന്തുണ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പക്വതയും സമചിത്തതയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നുചേരും. കലാകാരന്മാർക്ക് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുവാനും പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്യും. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാകുന്നതാണ്. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി പ്രകടിപ്പിക്കുക. മീനരാശിയിലുള്ള പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ യഥാക്രമം ശനി വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന എല്ലാവിധ കഷ്ടതകളും ദുരിതങ്ങളും മാറി വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.